ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന നടപടികൾ ശക്തമാക്കി പാകിസ്ഥാൻ നാവികസേനയുടെ കപ്പലുകൾ സജ്ജമായതായി സൂചന. തുറമുഖങ്ങളിൽ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും നിലയുറപ്പിച്ചതായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതേസമയം റഷ്യ സന്ദർശനം റദ്ദാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാതി ചേരുകയാണ്. സ്വാതി, ഇത്തരത്തിൽ തിരിച്ചടിക്കാനുള്ള നടപടിക്രമങ്ങൾ ഓരോന്നായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു തിരിച്ചടി ഭയന്നുകൊണ്ടുള്ള പാകിസ്ഥാൻ നടപടികൾ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ആതിര, ഇന്ത്യയുടെ തിരിച്ചടി ഭയന്നുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പാകിസ്ഥാൻ നടപടികൾ ശക്തമാക്കിയിട്ടുള്ളത്. പാകിസ്ഥാന്റെ നാവികസേനയുടെ കപ്പലുകൾ സജ്ജമായതായുള്ള സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. തുറമുഖങ്ങളിലടക്കം യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും നിലയുറപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വ്യോമ അതിർത്തിയിലും കടുത്ത നിയന്ത്രണത്തിലേക്കാണ് പാകിസ്ഥാൻ സൈന്യം എത്തുന്നത്. വിമാനങ്ങളുടെ പറക്കൽ അടക്കം 50% കുറച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് വ്യോമസേനയും മടങ്ങിയിട്ടുണ്ട്. അതിന്റെയൊക്കെയും പശ്ചാത്തലത്തിൽ തന്നെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ സൈന്യം സജ്ജമാണ് എന്നുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. നേരത്തെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ നാവികസേന ഔദ്യോഗിക എക്സ്പോസ്റ്റിലടക്കം കുറിച്ചിരുന്നു. എന്ത് ദൗത്യത്തിനും തയ്യാറാണ് എന്ന മുന്നറിയിപ്പ് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗത്തു നിന്നുണ്ട്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ പല ക്രമീകരണങ്ങളും സൈനിക നടപടികളടക്കം പാകിസ്ഥാനും ശക്തമാക്കിയത്. ഇപ്പോൾ റഷ്യ സന്ദർശനം സംബന്ധിച്ച പ്രധാനമന്ത്രി റഷ്യ സന്ദർശിക്കുമെന്ന വാർത്തയുണ്ടായിരുന്നു. എന്നാൽ ആ സന്ദർശനം മാറ്റിവെച്ചിരിക്കുകയാണ്. മെയ് 9 വിക്ടറി ദിന പരിപാടിയിലാണ് പ്രധാനമന്ത്രിക്ക് ക്ഷണം ഉണ്ടായിരുന്നത്. ഈ ഭീകരാക്രമണത്തിന്റെ ഒക്കെയും പശ്ചാത്തലത്തിൽ തുടർ നടപടികളുടെ ഭാഗമായി യാത്ര റദ്ദാക്കിയെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആതിര, ശരി, വ്യക്തമാണ്. സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.